ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിന് കാത്തിരിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല കേട്ടാ. വേറെയും ഞാൻ അറിയാത്ത കുറച്ച് പേരുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു പൊതിച്ചോറ് തയ്യാറാക്കൽ തന്നെയാണ്. അപ്പം നമ്മളെപ്പോഴും കൊടുക്കുന്നതാണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അത് പാർട്ടിയിൽ നിന്നോ മതമെന്നോ ജാതിയിൽ നിന്നോ ഒന്നും നോക്കാറില്ല. നല്ലൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ആസ്പത്രിയിലേക്കുള്ള ഈ പൊതിച്ചോറിന് ഞാനും ഇന്ന് റെഡിയാവുകയാണ് കേട്ടോ. ആസ്പത്രിയിൽ നിന്ന് കിട്ടുന്ന ഈ പൊതിച്ചോറും അതുപോലെ തന്നെ ചപ്പാത്തിയും കറിയും കഞ്ഞിയും ഒക്കെ കാത്തിരുന്ന് കഴിച്ച കുറേ ദിവസങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പൊതിച്ചോറിൽ ഞാൻ സാമ്പാറാട്ടോ തയ്യാറാക്കുന്നത്. എന്നോട് കുറേ ആളുകൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പാർ വറുത്തരച്ച് വെക്കുമോ സനിയെന്ന്. അത് കേട്ടിട്ട് എനിക്ക് അതിശയം തോന്നി കേട്ടോ. ഞാൻ ആ കമൻസുകളൊക്കെ വായിച്ചിട്ട് സാമ്പാർ തേങ്ങ വറുത്തരച്ച് വെക്കാനോ ഇങ്ങനൊരു സാമ്പാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ. പക്ഷേ എനിക്കിപ്പോഴും അതൊരു അതിശയമായിട്ട് തോന്നുന്നു. സാമ്പാർ വറുത്തരച്ചല്ലാണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ സാമ്പാർ പൊടിയൊക്കെ ആയിട്ടിട്ട് നമുക്ക് വെക്കാം. പക്ഷേ വറുത്തരച്ച് വെക്കൂല എന്ന് കേട്ടിട്ട് എനിക്ക് ഭയങ്കര അതിശയമായിട്ടാണ്. ഞങ്ങളൊക്കെ വറുത്തരച്ച് വെക്കുന്ന ആൾക്കാരാണ്. നല്ല രസമാണ് തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ നന്ദുന് സ്കൂളിൽ കൊണ്ടുപോകണം, ചോറും കൊണ്ടുപോകണം, കറിയൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ചായയും എല്ലാം ആക്കണം. ആദ്യം തന്നെ ഞാൻ വിചാരിച്ച് സാമ്പാറാക്കി വെച്ചതിന് ശേഷം റിസ്ക് പണി നമുക്ക് ആദ്യം മാറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാൻ സാമ്പാർ വെക്കാനുള്ള പരിപാടിയിലായിരുന്നു ഞാൻ ഫസ്റ്റ് തന്നെ തുടങ്ങിയത് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ചായയും പരിപാടിയൊക്കെ ആക്കിയത്. ക്യാരറ്റ് പിന്നെ പീസായിട്ട് അരിഞ്ഞിരിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്തേട്ടാ. അപ്പോഴേക്കും നമ്മളെ കഷ്ണമൊക്കെ അങ്ങോട്ട് തിളച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിൽ ഇട്ടിട്ടില്ല. എന്തായാലും കുക്കറിലിട്ട് ഇനി അടിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധാരണ വേവിക്കുക ചെയ്ത്. പിന്നെ നമ്മൾ പെട്ടെന്നൊരു പരിപാടി വേണമെന്ന് വിചാരിച്ച് നമ്മൾ സ്പീഡപ്പ് ആക്കുമല്ലോ. അപ്പോൾ സ്പീഡിന് ഞാൻ എന്തായാലും ടപ്പ് അടുക്കളയിലോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചാൽ പിന്നെ ടപ്പ് ഈ പരിപാടി കഴിയുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ അരച്ച് അങ്ങോട്ട് എടുത്തത് നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണത്തിലോട്ട് അങ്ങോട്ട് കലക്കി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പരിപ്പ് വേവിച്ചതും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ ഇനി ഒന്ന് കുറുകി വരുന്നവരെ ഒന്നവിടെ കിടന്ന് തിളക്കട്ടെ എന്ന് വെച്ചിട്ട് അപ്പോഴേക്കും ഞാൻ എൻ്റെ പുട്ടാക്കണ പരിപാടിയിലായിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ അവിടെ കിടന്ന് ഇങ്ങനെ തിളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുട്ടിന് പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ കൂടി വറവിനിട്ടിട്ടുണ്ട്. തേങ്ങ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ചിരണ്ടി കൂടെ മാറ്റി വെച്ചുകൊണ്ട് വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാത്തിനും നമുക്ക് അതിൽ നിന്ന് എടുക്കാമല്ലോ. അപ്പോഴേക്കും നമ്മൾ നന്ദൂട്ടന് ചോറെടുക്കേണ്ട സമയമായി. പിന്നെ അങ്ങോട്ട് ഓട്ടവും പാച്ചിലും ഒക്കെയാണ് കേട്ടോ. ക്യാമറ അവിടെ ഓണാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഉൾപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലാണ്ട് അതും പിടിച്ച് നടക്കാനുള്ളൊരു സമയമില്ല. അതുകൊണ്ട് അതവിടെ വെച്ചിട്ടുണ്ട് ഓണാക്കി. അപ്പോൾ എൻ്റെ സാമ്പാർ കുറുകി വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ താളിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കടുകും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് താളിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കുറുകി വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഇരുന്നും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളെന്തുകൊണ്ടാണ് വറുത്തരച്ച് വെക്കൂല എന്ന് പറയണതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിൻ്റെ സാമഗ്രികളെല്ലാം ഞാൻ ബാഗിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് കേട്ടോ. പിന്നെ അതൊക്കെ ഒരു കുന്ന് പാത്രം ഉണ്ടാവും നമ്മളെ വാഷേഴ്സിൽ. അപ്പോൾ ഞാൻ കഴുകിയെടുക്കലുണ്ട്. എന്നാലും നമുക്ക് സമയം ഇന്നിപ്പോൾ ഒട്ടും സമയമില്ല. രാവിലെ തന്നെ ചോറും ഇത്ര ഐറ്റംസൊക്കെ ആക്കണമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം അങ്ങോട്ട് പോയി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചതിന് ശേഷമാണ് അടിച്ചൊക്കെ വാരി എല്ലാം കഴിഞ്ഞ് നന്ദു അങ്ങോട്ട് സ്കൂളിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാഴല മുറിച്ചെടുക്കണം. അതിനായിട്ട് കത്തിയും കൊണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വാഴലയൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ പാക്ക് ചെയ്യാമല്ലോ. ബാക്കി സാധനങ്ങളൊക്കെ എന്തായാലും ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വാഴലയൊക്കെ നല്ല വൃത്തിയാക്കി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു സന്തോഷമുള്ളൊരു സംഭവമാണല്ലേ. ഇങ്ങനെ പൊതിച്ചോറൊക്കെ ആക്കി കൊടുക്കുക. അത് നമ്മൾ എവിടുന്നോ അറിയാത്ത ആൾക്കാരൊക്കെ അത് കഴിക്കുക. അപ്പോൾ കിട്ടുന്ന നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാവുമല്ലേ, ദൈവമേ ഇതൊന്നും ആവാണ്ട് അവരെ കയ്യിൽ ഭക്ഷണം കിട്ടിയാൽ മതി എന്നായിരിക്കട്ടെ. അതിനിടയിൽ കൂടി അവിയപ്പോൾ വന്നിട്ട് പുട്ടും സാമ്പാറും പഴമൊക്കെ കൂട്ടി എടുത്തിട്ട് പോയതാണത്. അപ്പം ഞാൻ എന്തായാലും പൊടിയാത്ത കഷ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പൊടിഞ്ഞൊരു പുട്ടിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ അങ്ങനെ ഉണ്ടല്ലോ പൊടിഞ്ഞതൊക്കെ എടുക്കുക. അപ്പോൾ ഒരു പഴം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മൂടാണെങ്കിൽ ഇങ്ങനെ ചളങ്ങിയിരിക്കണം. അതും അവിടെ ഒടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും അതൊക്കെ കളയാൻ പറ്റുമോ? നമ്മളല്ലേ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പോയൊരു ഇരുത്തമാണ്. സുഖമുണ്ട് കേട്ടോ. ഇപ്പോൾ സോഫയും കൂടി വന്നതുകൊണ്ട് നല്ല സുഖമാണ്. അതൊന്നും ഇങ്ങനെ ചാരി ഇരുന്നൊക്കെ കഴിക്കാൻ വേണ്ടി. പുറത്ത് നല്ല മഴയും ഉണ്ട്. അപ്പോൾ ഇപ്പോഴാണൊന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടിയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മുടി എവിടെയാണ് ഉണ്ടായെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് ഉച്ചയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് മര്യാദക്ക് മാറ്റിയൊക്കെ കെട്ടി ഒന്ന് ലെവലാക്കി വന്നിട്ടുണ്ട്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കോലം ശരിക്കും കാണുന്നത് കേട്ടോ. അയ്യോ ഇത് എന്തൊരു കോലത്തിലാണ് നിന്നേന്ന്. കുഴപ്പമില്ല, എൻ്റെ എല്ലാ കോലവും നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഫിൽറ്റർ ഇട്ടിട്ട് വെളുപ്പിച്ച് വെച്ച കോലവും കണ്ടിട്ടുണ്ട്. ഫിൽറ്റർ ഇടാണ്ട് കറന്നിരിക്കണ കോലവും കണ്ടിട്ടുണ്ട്. യഥാർത്ഥ കോലവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒത്തിരിയൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാനിതാ ചോറ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒപ്പിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ വെച്ച് ഞാൻ അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചമ്മന്തി എന്തായാലും എനിക്ക് നിർബന്ധം കേട്ടോ. കാരണം എനിക്ക് ആ ഒരു ഭക്ഷണത്തിൽ ചമ്മന്തി കിട്ടിയപ്പോൾ ഞാൻ അനുഭവിച്ച ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അയ്യോ അത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി പിന്നെ പറയണോ. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മസാലക്കറി ഉണ്ടായിരുന്നു. അത് ഞാൻ അഭിപ്രായം നിങ്ങളെടുത്തു. എനിക്ക് ആ
ചമ്മന്തി മാത്രം മതി. അതുകൊണ്ട് ഞാനൊരു ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ അരച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. എന്നാലും എല്ലാവർക്കും പറയാൻ പറ്റില്ലല്ലോ, ഹോസ്പിറ്റലല്ലേ. അപ്പോൾ എന്തായാലും സാമ്പാറും ഇതുപോലെ 2-3 പൊതിയൊക്കെ ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്തായാലും എൻ്റെ ഒരു ദിവസം കേട്ടോ. ഇന്നെനിക്ക് എന്തായാലും ചോറ് കൊടുക്കുന്ന സമയത്ത് എന്തോ ഒരു മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഇത് കഴിക്കുമല്ലോ ആരെങ്കിലുമൊക്കെ അല്ലേ, അവരുടെ മനസ്സും വയറും ഒക്കെ നിറയുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ. ടാറ്റാ.